അവിടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദിവ്യവചസ്സുകളാണിവ. ഇനി അടുത്തതായി ദിവ്യകാരുടെ നാടിന്റെ അനുഭവം പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയോട് ആദ്യമായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കോട്ടപ്പുറം രൂപതയുടെ മെത്രാനായിട്ടുള്ള റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. പിതാവിനെ സ്വാഗതം അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ മുഖ്യ വികാരി ജനറൽ ജോസ് മഞ്ഞളേച്ചിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പോളിക്കണ്ണൂർ പിതാവേ, ഇന്ന് നമ്മോടുകൂടിയായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവേ, പ്രിയ വൈദിക സുഹൃത്തുക്കളെ, സന്യസ്തരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്നുള്ള ആ വലിയ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ ക്ലാസ് ബഹുമാനപ്പെട്ട ചെറുവലച്ചൻ നമുക്കായി അവതരിപ്പിച്ചു, നമ്മെ എല്ലാവരെയും പ്രബുദ്ധരാക്കി. ഇന്ന് ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള തൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ നമ്മോട് കൂടി ആയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിനെ അറിയുമായിരിക്കും, ചിലർക്കൊക്കെ അറിയുമായിരിക്കില്ല. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടപ്പുറം രൂപതയുടെ അഭിഷിക്തനായി ഇക്കഴിഞ്ഞ ജനുവരി 20-ാം തീയതി അഭിമന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് അഭിഷിക്തനായി. തീർച്ചയായും ഇരിങ്ങാലക്കുട രൂപതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടയൽക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കേറെ സന്തോഷമുണ്ട്. അഭിമന്യ അംബ്രോസ് പിതാവ് നമുക്കറിയാം, വളരെ ചെറുപ്പം കോട്ടപ്പുറം രൂപത 1987 സ്ഥാപിതമായിട്ട് അന്നത്തെ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവിന്റെ സെക്രട്ടറിയായി സേവനം ചെയ്ത വ്യക്തിയാണ് അംബ്രോസ് പിതാവ്. അദ്ദേഹം തന്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഓസ്ട്രിയയിലും റോമിലും പോയി ദൈവശാസ്ത്രത്തിൽ ഉന്നത പഠനം നടത്തി ഡോക്ടറേറ്റ് സ്വീകരിക്കുകയും തിരിച്ചു വന്ന് വിവിധ അച്ചപാലന ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്തു. ആലുവ മംഗളപ്പുഴ മേജർ സെമിനാരിയിൽ പ്രൊഫസറായും വൈസ് റെക്ടറായും സേവനം കാഴ്ചവെച്ചു. കോട്ടപ്പുറം രൂപതയുടെ മൈനർ സെമിനാരിയിൽ റെക്ടറായി സേവനം കാഴ്ചവെച്ചു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വികാരിയായി സേവനം ചെയ്തതിനു ശേഷം ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിൽ റെക്ടറും വികാരിയുമായി സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് 2023 നവംബർ 30-ാം തീയതി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ബഹുമാനപ്പെട്ട അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിനെ കോട്ടപ്പുറത്തിന്റെ മെത്രാനായി പ്രഖ്യാപിച്ചത്. എല്ലാവരും ഏറെ സന്തോഷിക്കുന്നു. കാരണം തൻ്റെ ആ ജീവിതവും തൻ്റെ അറിവും തൻ്റെ ലാളിത്യവും തൻ്റെ മനുഷ്യത്വവും എല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ്. അദ്ദേഹം പള്ളിപ്പുറം ഇടവക അംഗമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടപ്പുറവും വരാപ്പുഴയും ഒക്കെ വളരെ സുപരിചിതം. അതിലേറെ ഇരിങ്ങാലക്കുട രൂപതയിൽ പ്രത്യേകിച്ചും അദ്ദേഹം നമ്മുടെ കുറ്റിക്കാട് പുറവന ഇടവക സമീപത്തുള്ള സെമിനാരിയിലും അദ്ദേഹം റെക്ടറായിട്ട് സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരിങ്ങാലക്കുട ഒരിക്കലും അംബ്രോസ് പിതാവിന് അപരിചിതമല്ല. ഏറ്റവും സ്നേഹത്തോടുകൂടി ഇന്ന് വിശുദ്ധ കുർബാനയുടെ തന്റെ അനുഭവം പങ്കുവയ്ക്കാനായി നമ്മോടുകൂടി എത്തിയിരിക്കുന്ന നവാഭിഷിക്തനായ അഭിമന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിനെ, നമ്മുടെ അഭിമന്യ പിതാവിനെയും എല്ലാ വൈദിക സന്യസ്ത സുഹൃത്തുക്കളെയും എല്ലാ സഹോദരി സഹോദരങ്ങളുടെയും ഓരോരുത്തരുടെയും പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നവാഭിഷിക്തനായ അഭിമന്യ പിതാവ് തീർച്ചയായും ഒരു വാക്ക് നമ്മോട് സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് അഭിമന്യ പോളി പിതാവ് നവാഭിഷിക്തനായ നമ്മുടെ
അംബ്രോസ് പിതാവിനെ പൊന്നാട അണിയിച്ച് നാം സ്വീകരിക്കുകയും ചെയ്യും. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കേറെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ മധ്യത്തില് ഇരിങ്ങാലക്കുട രൂപതയിലെ നല്ലൊരു സുഹൃത്താണ് അംബ്രോസ് പുത്തമ്പള്ളി പിതാവ്. പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജോസ്റ്റൻ പറഞ്ഞ ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. നല്ലൊരു മനുഷ്യ സ്നേഹി, നല്ലൊരു സുഹൃത്ത്. ദൈവശാസ്ത്ര വിഷയത്തില്, പ്രത്യേകിച്ച് അനുപാലന ദൈവശാസ്ത്രത്തില് ആധികാരികമായിട്ട് പങ്കുവയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തി. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയും അതിന് പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി. നമുക്കേറെ സന്തോഷമുണ്ട് ഇന്ന് പിതാവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഈ പ്രധാനപ്പെട്ട ദിനത്തിൽ ലഭിക്കുക എന്നുള്ളത്. പിതാവ് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് പിതാവ് നമ്മോടൊപ്പം വരാനായിട്ട്. പിതാവ് അഭിഷിക്തനായതിനു ശേഷം ആദ്യമായിട്ടാണ് ഔദ്യോഗികമായിട്ടൊരു പരിപാടിയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്കൊന്ന് സ്നേഹപൂർവ്വം സ്വീകരിക്കണ്ടേ? നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കുറെ നേരമായി ഇരുന്നിട്ട്. അപ്പൊ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പിതാവിനെ പൊന്നാട അണിയിച്ച് പിതാവിന് കോട്ടപ്പുറം രൂപതയിൽ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഭിമന്യ അംബ്രോസ് പിതാവിന് എല്ലാ പ്രാർത്ഥനാശംസകളും ഇരിങ്ങാലക്കുട രൂപതയുടെ പേരിൽ നേരുന്നു. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രത്യേകിച്ച് ആദരവും അതുപോലെ തന്നെ ക്ഷീണം മാറ്റാൻ എല്ലാവരെയായിട്ടായിരുന്നു. അഭിമന്യ പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എനിക്ക് തോന്നുന്നത് പിതാവ് എന്നെ ക്ഷണിച്ചത് കൂടുതലും പങ്കുവയ്ക്കാനല്ല, നിങ്ങളുടെ മുൻപിൽ എന്നെ ആദരിക്കാൻ വേണ്ടിയാണ്. അതിന് പ്രത്യേകമായിട്ട് പൊടി പിതാവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ജനറാൾമാരെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, പരിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, സത്യത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. ഞാൻ വലിയ കാര്യമായിട്ടുള്ള വലിയ അനുഭവങ്ങളൊന്നും പറയാനായിട്ടുള്ള അത്രയ്ക്ക് വലിയ പക്വതയൊന്നും ആയിട്ടില്ല. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ ഒരു ജീവിത രീതിയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുള്ളൂ. ജനുവരി 30, ജനുവരി 20 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അങ്ങനെ 3 മാസം ആയിട്ടുള്ളൂ. നാളെ ആകുമ്പോൾ കറക്റ്റ് 3 മാസം ആയെന്ന് പറയാം. പക്ഷെ നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ചില നുറുങ്ങ് വെട്ടങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, പോളാറമ്മൻ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. ദിവ്യകാരുണ്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ നമ്മൾ പഠനമുറിയിലിരുന്ന് പഠിക്കേണ്ടതല്ല, മറിച്ച് ദേവാലയത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വലിയ കാര്യമാണത്. നമ്മൾ ഒരുപാട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ ഈ ദിവ്യരഹസ്യങ്ങളൊക്കെ ധ്യാനിക്കാനും അതുപോലെ പ്രാർത്ഥിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആയതിനാൽ തന്നെ ഞാൻ എൻ്റെ ജീവിതവും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇതാ പറഞ്ഞ പോലെ ഈ ഒരു മാസം ഒരുപാട് തിരക്കുള്ള മാസമായതുകൊണ്ട് വളരെ ചിട്ടയായിട്ട് അതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ്. പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരും ഉണ്ടാവും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ
ദൈവം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല. അത് നമ്മളെല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. പള്ളിപ്പുറത്ത് പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ നാമധേയത്തിലുള്ള എൻ്റെ ഇടവക ദേവാലയം എൻ്റെ വീടിന് തൊട്ടടുത്താണ്. ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ വേണം കുർബാന കേൾക്കാം. ഏതച്ഛനാണ് കുർബാന ചൊല്ലുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. എപ്പോഴും കുർബാന തുടങ്ങുന്ന മണിയടിക്കുന്നവരെ, ചെറിയ മണിയടിക്കുന്നവരെ വീട്ടിലിരുന്ന് കേൾക്കാൻ പറ്റും. അപ്പം ആദ്യത്തെ ഒരു പ്രണയം ഈ ദേവാലയത്തോടും പള്ളിയോടും അതുപോലെ പരിശുദ്ധ കുർബാനയോടൊപ്പം ഉണ്ടായത് എൻ്റെ വീട് ഈ ദേവാലയമാണ് തൊട്ട് അടുത്തതുകൊണ്ടാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ അമ്മ എന്നും ദേവാലയത്തിൽ പോകും. എൻ്റെ സഹോദരിമാർ കിടന്നുറങ്ങിയാണെങ്കിലും അമ്മച്ചി ഇങ്ങനെ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ഞാനും എഴുന്നേൽക്കും. അങ്ങനെ ദേവാലയത്തിൽ പോകുക എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ ഒരു ശീലമായിരുന്നു. അങ്ങനെ വലിയൊരു ആഗ്രഹം, അത് എനിക്ക് അവരോട് പ്രത്യേകിച്ച് വലിയ ഭക്തിബലം തോന്നിയിട്ടാണോ അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി കണ്ടിട്ടാണോ അറിയുന്നത്, പള്ളി എന്നും പോകണമെന്നുള്ള ആഗ്രഹം അത് ഉടലെടുത്തു. പിന്നെ അതുകൊണ്ടായിരിക്കാം 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യ കുർബാന സ്വീകരിക്കുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട പലർക്കും തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് അവസരം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ അൾത്താര ബാലന്മാരുടെ മീറ്റിംഗ് വന്നപ്പോൾ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്നാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്? അപ്പോൾ 1ാം ക്ലാസ്സിൽ ആരുമില്ല, 2ാം ക്ലാസ്സിൽ ആരുമില്ല, 3ാം ക്ലാസ്സില്ല, 4ാം ക്ലാസ് മുതലാണ് അവരിങ്ങനെ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് അവർക്ക് അവസരം കിട്ടിയത്. കാരണം അന്ന് നമുക്കറിയാം 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അക്ഷരം വായിക്കാനൊക്കെ നമുക്കറിയാമായിരുന്നു. അതും വലിയൊരു പുണ്യപ്രവൃത്തിയായിരുന്നു. ഇപ്പോഴും അവിടെയും നമുക്ക് ചെറിയ ദാരിദ്ര്യം വന്ന് പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ 1ാം ക്ലാസ് മുതൽ ആദ്യ കുർബാന സ്വീകരണം കഴിയുന്നത് മുതൽ എനിക്ക് അൾത്താര ബാലനായിട്ട് തീരാൻ സാധിച്ചു. അങ്ങനെ അൾത്താരയോട് ഒരു വലിയ സ്നേഹം എനിക്ക് അന്ന് മുതൽ തുടങ്ങിയെന്ന് നമുക്ക് പറയാം. പിന്നെ വൈദികരെ കണ്ടിട്ടും ആയിരിക്കാം കൊച്ചന്മാര് പ്രത്യേകിച്ച് ഇടപെടുന്ന ആ രീതി കണ്ടിട്ട് ചെറുപ്പത്തിൽ തന്നെ അച്ഛനാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സെമിനാരിൽ ചെന്നപ്പോൾ കുറച്ചുകൂടിയൊക്കെ പോളിഷ് ചെയ്ത് അച്ഛനായ പോലെ വിശുദ്ധനാകണം എന്നുള്ള ചിന്ത. ഇങ്ങനെയാണ് വളർച്ചയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ സാധിക്കാം. പിന്നെ ഞാൻ ദിവികാരുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ മഞ്ഞുമാതാവ് ഞങ്ങളുടെ പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ ദേവാലയമാണ്. ഞാൻ അച്ഛനായതിനു ശേഷം ഈ ദേവാലയത്തിൽ എപ്പോഴൊക്കെ കുർബാന ചെല്ലാൻ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ കുരിശിൽ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖത്ത് കൂടി ഒന്ന് നോക്കും. കാരണം എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ദിവ്യകാരുണ്യം അല്ലെങ്കിൽ ഈശോയെ കണ്ടെത്തിയതെന്ന് വേണം പറയാനായിട്ട്. അതിന് പ്രേരകമായത് എൻ്റെ അമ്മയുടെ പരിശീലനം തന്നെയാണ്. അമ്മ പറയുമായിരുന്നു, ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ല എങ്കിൽ എന്തോ ഒരു കുറവ്, എന്ത് കുറവാണെന്ന് നമുക്ക് പറയാൻ പാടില്ല, അറിയില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് വലിയ കാര്യമായിട്ട് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. പക്ഷേ അറിയാവുന്ന കാര്യം ഇതാണ്, അമ്മയ്ക്ക് അറിയാവുന്നതാണ്, പള്ളിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എന്തോ ഒരു കുറവ്. അതുകൊണ്ടായിരിക്കാം ദൈവം കൊടുത്ത ഒരു വലിയ കൃപ എന്ന് പറഞ്ഞാൽ അമ്മ ദേവാലയത്തിൽ ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മരിച്ചു. 2004 ആ പള്ളിയിൽ ഇരുന്ന് തന്നെയാണ് അമ്മ മരിച്ചത്. അപ്പോൾ ചുറ്റുവട്ടുള്ള അമ്മച്ചിയുടെ കൂട്ടുകാരത്തികളായ അമ്മച്ചിമാർ വന്ന് എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങൾക്കും ഇതുപോലെ മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇതൊന്നും എനിക്ക് തരാൻ പറ്റിയ കാര്യമൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് ഇത് കിട്ടിയത് ദൈവം എന്തോ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ചെയ്യാവുന്നത്. അമ്മച്ചി ഒരു കാര്യത്തെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അമ്മച്ചിക്കും ഇതിനുള്ള അവസരം ഉണ്ടാവും. ഞാൻ സെമിനാരി പഠിപ്പിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ സെമിനാരിക്കാർ എല്ലാ ദിവസവും ഇങ്ങനെ കുർബാന കണ്ട് മടുത്തെന്നോടെ പറയാം. കാരണം ഞാൻ നേരത്തെ കണ്ടു മടുക്കും, നമ്മൾ പങ്കാളിയാകല്ല, ഇങ്ങനെ കുർബാനയിൽ എല്ലാ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ്.
ഇത് അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. പക്ഷേ ഒരുപാട് വിശ്വാസികൾ, ഒരുപാട് മക്കൾ ഇങ്ങനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിൽ വന്ന് ദിവ്യകാരുണ്യ അനുഭവം അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രമാണെന്ന് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28 പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കാര്യം എനിക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരെല്ലാം നല്ലതായിട്ട് തീർക്കുന്നതാണ്. ഞാൻ പിന്നീട് എൻ്റെ ഓർമ്മ ഞാൻ രേഖപ്പെടുത്തുമ്പോഴും പറവൂര്, നിങ്ങൾക്ക് സ്ഥലം അറിയാമായിരിക്കും എന്ന് കരുതുന്നു, ഡോൺ ബോസ്കോ പള്ളിയിൽ അവിടെ തിരുഹൃദയ നൊവേനയുള്ളൊരു പള്ളിയാണ്. ആ പള്ളിയിൽ ഞാൻ 96 മുതൽ കൊച്ചത്തിനായിരുന്നു. അന്നുണ്ടായ സംഭവം ഇതാണ്. ഒന്നാമത് നൊവേന പള്ളിയിൽ ചെന്ന് ആരാധന നടത്തണം എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വലിയ ടെൻഷനാണ്. എങ്ങനെയാണ് വലിയ വലിയ അച്ഛന്മാരെ കൊണ്ട് വലിയ ഗംഭീരമായിട്ട് ആരാധന നടത്തുന്നിടത്ത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാനിങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരച്ഛൻ വന്നിട്ട് അച്ഛനിങ്ങനെ കൈ പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ആരും പ്രാർത്ഥിപ്പിക്കാൻ നോക്കണ്ട, അച്ഛൻ പോയി പ്രാർത്ഥിക്കാം. അച്ഛൻ ആരെയും പ്രാർത്ഥിപ്പിക്കാൻ നോക്കണ്ട, ദിവ്യകാരുടെ സന്നിധിയിൽ അച്ഛൻ പോയി പ്രാർത്ഥിക്കാം. പിന്നീട് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദിവ്യകാരുടെ നാഥൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിരുന്നു എൻ്റെ ചെറിയ പ്രാർത്ഥനകൾ. അത് ചിലപ്പോൾ വലിയ വലിയ കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നില്ല. ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിരുന്ന നിലവിളക്കിൽ അല്പം ചോര പൊടിഞ്ഞു. ഈ ചോര പൊടിഞ്ഞത് കാണുമ്പോഴേക്കും അവർക്ക്, വിശ്വാസികൾക്ക്, അവിടെ ഉണ്ടായ നിലവക്കാർക്ക് പേടിയായി. 1992 അവിടുത്തെ അച്ഛനായിരുന്ന അവിടുത്തെ വികാരിയച്ഛൻ, അച്ഛൻ മരിച്ചത് ഈ 92 ഇതുപോലെ തന്നെ ചെറിയ ചോര ഈ നിലവിളക്കിൽ ഉണ്ടായപ്പോൾ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛൻ ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും പോകാൻ വേണ്ടി പെട്ടിയെടുക്കാനൊക്കെ കസേരയിട്ടൊന്നും കയറരുത്, അല്ലെങ്കിൽ തട്ടി വീഴാൻ നോക്കണം, കാരണം ഇതൊരു സൂചനയാണോ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, വേറെ ഒരു അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ ആ ദേവാലയത്തിൽ വെച്ച് എൻ്റെ വിരലിൽ ചെറിയൊരു ചോരപ്പാടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ചുവപ്പ് നിറം. പക്ഷെ അന്ന് മുതൽ എനിക്കുണ്ടായ ചിന്ത ഇതാണ്, കുർബാന കൊടുക്കുമ്പോൾ എല്ലാവരും അറിഞ്ഞ് കുർബാന കൊടുക്കണം. അന്നൊരു ചിന്ത വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുർബാന കൊടുക്കുമ്പോൾ, ദിവ്യകാരുണ്യം കൊടുക്കുമ്പോഴും വളരെ സ്നേഹത്തോടു കൂടി ഈശോയുടെ ശരീരവും രക്തവുമുള്ള കുഞ്ഞപ്പമാണ് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ ക്രിസ്തുവിൻ്റെ തിരുശരീരം എന്ന് പറഞ്ഞാൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വരെ ആ ഒരു ഓർമ്മ എന്നെ എന്നും പിടിച്ചിങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇത് ശരീരം, ജീവനുള്ള അപ്പമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ചെറിയ ഓസ്തിയിൽ ഇതുപോലെ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ ഉണ്ടെന്നുള്ളത്. ഞാൻ പിന്നീട് സെമിനാരിയിലായിരുന്നു, മൈനസ് സെമിനാരിയിൽ. അവിടെ നിന്ന് സെമിനാരിയിൽ വെച്ച് വലിയ വലിയ ചിന്തകളൊന്നും എനിക്ക് വന്നില്ല. കാരണം ഞങ്ങളുടെ മൈനസ് സെമിനാരിയിൽ വെച്ചിരുന്ന സക്രാരുടെ മുമ്പിലുള്ള ഈശോയുടെ മുഖം അത് പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. ഈശോയുടെ ശരിക്കും കുരിശുമരണത്തിൻ്റെ ആ രൂപമായതുകൊണ്ട് ചിലപ്പോൾ സഹനങ്ങളിൽ ഈശോയെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും വലിയ ചിന്തകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. പക്ഷേ എൻ്റെ പഠനം കഴിഞ്ഞ് 2007 മുതൽ 2017 വരെ ആലുവ സെമിനാരിലായിരുന്നു. അതും കഴിഞ്ഞു. സെമിനാരിക്കാർ ഞാൻ പറഞ്ഞു, സെമിനാരിക്കാരായിട്ടുള്ള ഇടപെടൽ 2017 കുറ്റിക്കാട് വെച്ച് അവിടെ പ്രളയം ഉണ്ടായപ്പോൾ മാലാങ്കോടുള്ള പള്ളിയിലുള്ള അച്ഛനും അതുപോലെ ആളുകളും അതുപോലെ കുറ്റിക്കാട് അവിടെയുള്ളവരൊക്കെയാണ് എന്നെ സഹായിച്ചത്. ഈ സമയത്ത് ഉണ്ടായ 2 ചെറിയ ഓർമ്മപ്പെടുത്തൽ ഇതാണ്. വെള്ളം കയറിയിട്ട് സക്രാരിയുടെ അടുത്ത് വരെ മാത്രമേ വെള്ളം വന്നുള്ളൂ. സക്രാരിയിലേക്ക് വെള്ളം കയറിയില്ല. അത് ഈ പള്ളിയിലും അതുപോലെ സെമിനാരിയുടെ ചാപ്പലിലും 2ഇടത്തും എനിക്ക് അറിഞ്ഞൂടെ, 2ഇടത്തും ഒപ്പമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു വലിയ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പീക്കറും ഏകദേശം സർക്കാരിന്റെ ഒപ്പം നിന്നിരുന്നത് ആ സ്പീക്കറും വീണില്ല. ബാക്കിയുള്ള എല്ലാം തന്നെ
മറിഞ്ഞു വീഴുകയും ഈ വെള്ളത്തിൽ അത് വളരെ മോശമായി തീരുകയും ചെയ്തു. ഇവിടെ ആദ്യത്തെ ഒരു ചിന്ത ഇതാണ്, അന്ന് ഈ വെള്ളം കയറിയപ്പോൾ സത്താരിയുടെ അടുത്ത് വന്ന് വെള്ളം നിന്നു. ഇത് 2018 ഈ പ്രളയത്തിൽ സംഭവിച്ചത്. പിന്നെ ഇതിനിടയിൽ ഉണ്ടായ ഒരു സംഭവം, അവിടെ ഒരു കുഞ്ഞ് വീട്ടുകാർ വിളിച്ചു പറഞ്ഞു, അച്ഛാ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുഞ്ഞ് തലകറങ്ങി വീണു, കുഞ്ഞ് വീണിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുഞ്ഞാണ്. ഞാനപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ ദിവ്യകാരൻ അവൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈശോയെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, വേറെ ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, ആ കുഞ്ഞിന് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയേക്കണമെന്ന് മാത്രം പറഞ്ഞുള്ളൂ. പക്ഷേ ആ കുഞ്ഞിന് സൗഖ്യം കിട്ടി. ഇപ്പോഴും ആ കുഞ്ഞിന് മിടുക്കിയായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ചെറിയ മറ്റൊരു അനുഭവം. പിന്നെ 2019 മുതൽ 2022 വരെ ജൂലൈ വരെ ഞാൻ കോട്ടപ്പുറത്തായിരുന്നു. നമുക്കറിയാം കൊറോണ സമയത്ത് ഞങ്ങൾ യൂട്യൂബിലൂടെ കുർബാന എല്ലാവരും കാണണമെന്നൊരു വാശിയായിരുന്നു. എല്ലാവർക്കും കുർബാന കൊടുക്കണം. അങ്ങനെ ആദ്യമായിട്ട് ഈ കുർബാന യൂട്യൂബിലൂടെ തുടങ്ങിയതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ആ കുർബാനയിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കാറുള്ളത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥത്തിലുള്ള എത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് കുർബാന പങ്കുചേരുന്നവർ വളരെ താല്പര്യത്തോടു കൂടിയാണ് കുർബാനയിൽ പങ്കുചേർന്നത്. 2000 പേര് ഞായറാഴ്ചയിലും 1000 പേര് എല്ലാ ദിവസവും ആ കുർബാനയിൽ പങ്കുചേരുമായിരുന്നു. അവർക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞ് എന്തോന്ന് അറിഞ്ഞുകൂടാ, എന്തോ ഒരു അഭിഷേകമുണ്ട്, ഞങ്ങൾ ഈ കുർബാന അൾത്താരയിൽ നിന്ന് അല്ലെങ്കിൽ ഈ യൂട്യൂബിലൂടെ കാണുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ 1-2 സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞങ്ങൾ അവിടെ കുർബാന നടത്താൻ വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴുള്ള സംഭവം, പലപ്പോഴും കുർബാനയുടെ 6:15 കുർബാന, അപ്പോൾ 6:20 ആകുമ്പോഴേക്കും ചിലപ്പോൾ കറണ്ട് പോകും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫായി പോകും, അല്ലെങ്കിൽ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംഭവിക്കും. പക്ഷേ 6:27 ആകുമ്പോഴും എല്ലാം കൃത്യമായിട്ട് വരും. ഒരിക്കൽ പോലും തടസ്സം വരാത്ത വിധത്തിൽ നെറ്റിന്റെ കണക്ഷൻ എല്ലാം പോയാലും എല്ലാം ശരിയാവും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി പേടിക്കാനില്ല, പരിശുദ്ധ കുർബാനയെ കാത്തുകൊണ്ട് മിഖായേൽ മാലാഖ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ ബോധ്യമായിരുന്നു. ആ കുർബാന വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. കോഴിക്കോട് നിന്നുള്ള ഒരു സഹോദരി ഞാൻ എൻ്റെ മാറ്റത്തിന് സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇവിടുന്ന് മാറിപ്പോയി പറഞ്ഞത് ഭയങ്കര സങ്കടമാണ്, പക്ഷേ അച്ഛനെ കുർബാനയെ കാണാൻ സാധിക്കില്ല എന്നറിയാം. പക്ഷെ ഈ 2 വർഷക്കാലം അല്ലെങ്കിൽ 2.5 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു പ്രേരക ശക്തിയായിട്ടിരുന്നത് ഈ ദിവ്യബലിയായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി, അങ്ങനെ ഒരാൾക്കത് പറയാൻ സാധിച്ചല്ലോ എന്ന് ഓർത്തു. പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീ വന്നു സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പെണ്ണ് സഹോദരി, നിങ്ങൾക്ക് എഴുതിയാൽ മതിയായിരുന്നു, എന്തിനാ തിരുവനന്തപുരത്ത് നിന്ന് വന്നത്? പറഞ്ഞു, ഇല്ല, വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് സാക്ഷ്യമാണ്? അവര് എഴുതി വെച്ചിരിക്കുന്ന സാക്ഷ്യം കേട്ടാൽ നമുക്കാകെ ചങ്കിടിപ്പാണ്. കാരണം അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ആ മകളുടെ അപ്പന് കാലിന് വയ്യാതിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ അത് പണ്ട് മുതൽ, അതായത് ജനിച്ചപ്പോൾ മുതൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അവൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ഈ വൈദികൻ ചൊല്ലുന്ന കുർബാനയിൽ അല്ലെങ്കിൽ ഈ വൈദികന്റെ പൗരോഹിത്യത്തെ നീ മാനിക്കുന്നെങ്കിൽ എൻ്റെ അപ്പന്റെ അസുഖം മാറ്റിക്കൊടുക്കണം. നീ വൈദികന്റെ പൗരോഹിത്യത്തെ മാനിക്കുന്നുണ്ട്. കർത്താവിനോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു കൊലച്ചതിയാണല്ലോ, നമ്മൾ വിറ്റ് കാശാക്കുന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ കർത്താവ് സൗഖ്യം കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ വേണ്ടി അവർ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ദൈവമേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നോർത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നി. ദിവ്യകാരുണ്യത്തിന്റെ ഇതിലേക്ക് വന്നതിൽ പ്രത്യേകമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. കാരണം നമുക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെട്ടിക്കാടെ കൂടി വന്നിരിക്കണം. ചെട്ടിക്കാടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവര് കൂടുതലായിട്ട് അവർക്ക് സംസാര
തടസ്സമുള്ളവരൊക്കെ വന്ന്, അത് അന്തോനിസുന്യാളന്റെ നാമധേയത്തിലുള്ള പള്ളിയായതുകൊണ്ട് അന്തോനിസുന്യാളന്റെ ശക്തി എന്നുള്ള നിലയിലാണ് പലരും കണ്ടതെങ്കിലും ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോഴാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത്. ഇപ്പോൾ 3 കാര്യം വേണമെങ്കിൽ ചേർത്ത് പറയാം. ഈശോയുടെ സാന്നിധ്യം അത് ദിവ്യകാരുണ്യ ആരാധന സമയത്ത്, പരിശുദ്ധ കുർബാനയിൽ വചനം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും നിലങ്ങളിലൊക്കെ ഈ ദിവ്യകാരുണ്യ അനുഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരു കുർബാന ആരംഭിച്ചിട്ട് കുർബാനയുടെ സമാപനത്തിൽ നിങ്ങൾ പോയി ലോകമെന്ന് പോയി സാക്ഷികളാകുവാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമുണ്ട്. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാനായിട്ട്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ ഈശോയെ പ്രഘോഷിക്കുന്നവരായി തീരുവാനായിട്ട് ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ, കത്തോലിക്ക വിശ്വാസത്തെ തന്നെ വെല്ലുവിളിക്കുന്ന കാലഘട്ടത്തിൽ ഈശോയെ പ്രഖ്യാപിക്കുന്ന മക്കളായി ജീവിക്കാനായി അത് ഒരുമിച്ച് നിന്ന് ഒരു രൂപതയിലെ ഇടയനോടൊപ്പം കൂടെ വൈദികരും അൽമാരെ ചേർന്നുള്ള ശക്തമായ ഒരു നല്ല യോജിപ്പോടുകൂടി ജീവിക്കുവാനായിട്ട് അത് ദിവ്യകാരുണ്യത്തിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന്, അതുപോലെ എന്നെ ശ്രമിച്ചതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നമ്മളുടെ ഈ 1 മണിക്കൂർ നേരം ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹാനുഭവം പങ്കുവച്ചത് നമ്മുടെ കോട്ടപ്പുറ രൂപതാ മെത്രാനായിട്ടുള്ള ഡോക്ടർ അംബ്രോസ് പൂതമേലിൽ പിതാവാണ്. യേശുവിനെ സ്വന്തമാക്കപ്പെടുന്നതും യേശുവിനെ സ്വന്തമാക്കുന്നതുമാണ് യഥാർത്ഥ സ്നേഹാനുഭവം. ആ സ്നേഹാനുഭവം, ആ ദിവ്യകാരുണ്യത്തിന്റെ ആ സ്നേഹാനുഭവം നിങ്ങളുമായി പങ്കുവച്ച നമ്മളുടെ അംബ്രോസ് പിതാവിനെ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതായി നമ്മളുടെ ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ നമ്മളുടെ വിൽസനേജ് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അംബ്രോസ് പിതാവെ, ബഹുമാനപ്പെട്ട യോജിച്ച പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നേരം വൈകിയെന്നറിയാം. ഇന്ന് ദിവ്യകാരുണ്യ ഈ അനുഭവം നമ്മളുമായി പങ്കുവച്ച അംബ്രോസ് പിതാവിനെ ഇരിങ്ങാലക്കുട രൂപതയുടെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്തം. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിക്കേണ്ടത് പുസ്തകങ്ങളിൽ നിന്നല്ല, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അടയിരുന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിതാവ് തുടങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒന്നല്ല ഈശോയെ കുറിച്ച്. അതുകൊണ്ട് ആ അനുഭവമാണ് നമ്മളെ ഇത്രയും നേരെ പിടിച്ചിരുത്തിയത്. സമയം പോയത് അറിഞ്ഞില്ല. അഭിയുന്ന പിതാവ് കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷനായിട്ട് ഏതാനും മാസങ്ങളെ ആയുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി തൻ്റെ പൗരോഹിത്യത്തിലൂടെ അനുഭവിച്ച ഈശോയെ കുറിച്ച് നമ്മോട് സധൈര്യം പറഞ്ഞതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാം. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ അടയിരുന്ന് അവിടെ ഇരുന്ന് സ്വർഗത്തിലേക്ക് പോയ ഒരമ്മയുടെ മകന് നിങ്ങൾ ഇത്രയ്ക്ക് വളരെ ധൈര്യത്തോടു കൂടെ എൻ്റെ അടുത്തുള്ളത് പറയാൻ പറ്റും. അഭിമന്യ അംബ്രോസ് പിതാവ് ഇരിങ്ങാലക്കുട രൂപതയുടെ പേരിൽ അഭിമന്യ പിതാവ് ഏറ്റെടുത്തിട്ടുള്ള പുതിയ നിയോഗത്തിന് എല്ലാ പിന്തുണയും നൽകുന്നതോടൊപ്പം ഇന്ന് ഈ പെന്തക്കോസ്താദിനത്തെ ഞങ്ങളുടെ കൂടെ വന്ന് ഇവിടെ വന്ന് ദിവ്യകാരുണ്യ അനുഭവം പങ്കുവച്ചതിന് ഇവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും പേരിലും, പ്രത്യേകിച്ച് അഭിമന്യ പിതാവിൻ്റെ പേരിലും, എല്ലാ വൈദികരുടെ പേരിലും, സെനിസ്റ്ററുടെ പേരിലും, അൽമായ സുഹൃത്തുക്കളുടെ പേരിലും, രൂപതയുടെ മുഴുവൻ പേരിലും ഞാൻ നന്ദി എന്റെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇരിങ്ങാലക്കുട രൂപതയുടെ ഭാഗമായി നമ്മുടെ അംബ്രോസ് പിതാവിനെ, നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയുടെ ഒത്തിരി സ്നേഹം നിറഞ്ഞ നന്ദിയും നല്ലൊരു വേണ്ടി നമ്മുടെ അംബ്രോസ് പിതാവിനെ നമുക്ക് കൊടുക്കാം. ഈ അടുത്തതായിട്ട് നമ്മുടെ ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു സമാധാനത്തിലോട്ട് പോവുകയാണ്. അപ്പൊ സമാധാന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഗായക സംഘം നമ്മളോട് കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ സമാധാന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം, പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം.